പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 7-ാം മാസത്തിൻ്റെ 3-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 1-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു: ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴി നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും. അനവധി പ്രാവശ്യം നാം ഈ സങ്കീർത്തനം ചിന്തിച്ചിട്ടുണ്ട്. ഇന്ന് പ്രഭാതവും 7-ാം മാസത്തിൻ്റെ 3-ാമത്തെ പ്രഭാതത്തിലും ദൈവ ആലോചനകളെ ചിന്തിപ്പാൻ തക്കവണ്ണം സ്വർഗം തന്ന ഈ നല്ല അവസരങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസിദാസന്മാരെ, ഏതൊരു വ്യക്തിയുടെയും ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും പിന്നിൽ ആരുടെയെങ്കിലും ആലോചനയുടെ സ്വാധീനത ഉണ്ടായിരിക്കും. എല്ലാ മനുഷ്യരുടെയും സ്വഭാവങ്ങൾ ഒരുപോലെ അല്ലല്ലോ. ചിലർ ആരോടും അഭിപ്രായം തേടാതെ സ്വയം ചില തീരുമാനങ്ങളിൽ എത്തുന്നവരായിരിക്കും. വേറെ ചിലർ ദൈവാലോചനയ്ക്കനുസരിച്ച് മാത്രം എല്ലാം കാര്യങ്ങളും ചെയ്യണമെന്ന് താല്പര്യമുള്ളവരും അതിനായി ആലോചന അറിയിക്കുന്നവരുടെ അടുക്കൽ പോവുകയോ അല്ലെങ്കിൽ അവരെ വരുത്തി ദൂത് കേൾക്കുകയോ ചെയ്യുന്നവരുമായിരിക്കാം. നാം ആരോടും ആലോചന ചോദിക്കാതെ ചെയ്യുന്ന കാര്യങ്ങൾ അത് പരാജയപ്പെടുവാൻ സാധ്യതകൾ കൂടുതലാണ് ഉള്ളത്. എന്നാൽ ദുഷ്ടന്മാരുടെ ആലോചന അനുസരിച്ച് പ്രവർത്തിച്ചാൽ സമ്പൂർണ്ണ നാശം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. സ്തോത്രം. അതിന് പരാജയമായിരിക്കും ഫലമെന്നാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ നമ്മെ പ്രബോധിപ്പിക്കുന്നത്. സർവപ്രതാപിയായി ഇസ്രായേൽ ഭരണം നടത്തിയ വാണിരുന്ന രാജാവായിരുന്നു ശലോമോൻ. തൻ്റെ മരണശേഷം അതേ പ്രതാപത്തോടുകൂടി രാജ്യഭാരം ഏറ്റെടുത്തത് തൻ്റെ മകനായ രെഹബയാം ആയിരുന്നു. അവൻ അധികാരം ഏറ്റെടുത്തതിനെ തുടർന്ന് സകല ഇസ്രായേല്യരും പല ആവശ്യങ്ങളുമായി തൻ്റെ അടുക്കൽ വന്നെങ്കിലും അവൻ്റെ അപ്പൻ സ്തോത്രം തങ്ങളുടെ മേൽ ചുമത്തിയ നികുതി ഭാരം ലഘൂകരിച്ച് തരണമെന്ന് ഇസ്രായേൽ മക്കൾ വന്ന് അവനോട് അപേക്ഷിച്ചു. എന്നാൽ അവൻ ദൈവകൃപയും പരിജ്ഞാനവുമുള്ള വയോധികരുടെ ആലോചന തള്ളിക്കളയുകയും തന്നോടുകൂടെ വളർന്ന യൗവനക്കാരുടെ ആലോചന അനുസരിച്ച് ഉത്തരം പറയുകയും ചെയ്തു. തൻ്റെ അപ്പൻ ഭാരമുള്ള മുഖം നിങ്ങളുടെ മേൽ വെച്ചു, ഞാനോ നിങ്ങളുടെ മുഖത്തിന് ഭാരം കൂട്ടുമെന്ന് പറഞ്ഞു. അപ്പൻ നികുതി ഭാരം അവരുടെ മേൽ അധികം അടിച്ചേൽപ്പിച്ചപ്പോൾ അതിനേക്കാൾ ഭാരം കൂട്ടുമെന്നാണ് മകൻ പറഞ്ഞത്. എന്നാൽ എൻ്റെ അപ്പൻ നിങ്ങളെ ചമ്മട്ടി കൊണ്ട് ആമേശത്വം ദണ്ഡിപ്പിച്ചു, ഞാനോ തേളുകളെ കൊണ്ട് നിങ്ങളെ ആമേശത്വം ദണ്ഡിപ്പിക്കും എന്നുത്തരം പറയിച്ചു. അത് നിമിത്തം അവൻ്റെ രാജ്യം വിഭജിക്കപ്പെട്ടു. ഹല്ലേലൂയ, തകർന്നുപോയി. രെഹബയാം ഏതുമില്ലാത്തവനും ഒന്നുമില്ലാത്തവനുമായി തീരുകയും ചെയ്തു. അതിനുശേഷം രാജ്യം ഭിന്നിപ്പിച്ചു. അമസ്യാവ് തൻ്റെ ഭരണത്തിൻ്റെ ആദ്യ നാളുകളിൽ അവൻ ദൈവാലോചനയ്ക്കനുസരിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ അവൻ ശക്തിപ്പെട്ടതിന് ശേഷം അന്യ ദൈവങ്ങളെ ആരാധിക്കുവാനും അവയ്ക്ക് ധ്രുവം കാട്ടുവാനും തുടങ്ങി. താൻ ചെയ്യുന്നത് ശരിയല്ലെന്ന് മാനസാന്തരപ്പെട്ട് ദൈവാലോചനയ്ക്ക് വിധേയപ്പെടണമെന്നും ദൈവപുരുഷനിൽ കൂടെ ദൈവം സംസാരിച്ചെങ്കിലും അവനത് കൈക്കൊണ്ടില്ല. ഇന്നും ആത്മീയ ജീവിതത്തിൽ അനേകർ തകർന്നു പോയതിൻ്റെ കാരണം ഇതുതന്നെയാണ്. ഘട്ടകാലത്ത് ദൈവസന്നിധിയിൽ വരികയും സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ച് ഉപവസിച്ച് ദൈവമാർഗത്തിൽ നടക്കുകയും ചെയ്തിട്ട് വസ്ത്രങ്ങളും നല്ല ഭവനങ്ങളിൽ നല്ല നിലകളിൽ ഉയർച്ചകൾ വീടുകൾ ഒക്കെ വാഹനങ്ങളെല്ലാം ലഭിച്ചു കഴിയുമ്പോൾ ദൈവാലോചനകളെ പിന്നെ തള്ളി പ്രാർത്ഥിച്ചവരെ മറന്ന് ശുശ്രൂഷിച്ചവരെ മറന്ന് സ്തോത്രം ഹല്ലേലൂയ
ലോക മനുഷ്യരായി ലോകത്തിൻ്റെ ആലോചനകൾക്ക്, പാരമ്പര്യത്തിൻ്റെ ദൈവഹിതമില്ലാത്ത, പരിശുദ്ധാത്മാവില്ലാത്ത ആലോചനകൾക്ക് അനേകർ വഴിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. വസ്തുക്കളും സ്തോത്രം, വീടുമൊക്കെ ലഭിച്ചു കഴിയുമ്പോൾ പിന്നെ സഭ വേണ്ട, പ്രാർത്ഥന വേണ്ട, പ്രാർത്ഥിച്ച സഭ മോശം, പിന്നെ പ്രാർത്ഥിച്ച ദൈവദാസന് കൃപ പോരാ, അവിടെ ഉപവാസമില്ല, തിരുവത്താഴമില്ല, അങ്ങനെയുള്ള പരാതികൾ പറഞ്ഞ് ജാതിക കൂട്ടായ്മകളിലേക്ക് അനേകർ വീണുകൊണ്ടിരിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. പിന്നെ ജാതികളുടെ ആലോചന കേട്ടവർ പിന്നെ ജീവിക്കുകയാണ്. ഇത് സ്തോത്രം, നാളെ നാശത്തിനാണ് ഈ കൂട്ടർ സ്തോത്രം പോകുന്നതെന്ന് അവർ തിരിച്ചറിയുന്നില്ല. വേർപാടും വിശുദ്ധിയും കാത്തു സൂക്ഷിച്ച് ദൈവിക സംരക്ഷണത്തിൽ നന്മ അനുഭവിച്ചു കൊണ്ടിരുന്നവരായിരുന്നു മരുഭൂമിയിലെ ഇസ്രായേൽ ജനം. എന്നാൽ ബിലയാമിൻ്റെ ആലോചനയിൽ കുടുങ്ങി. മോബാബിയ സ്ത്രീകളുടെ നൃത്തം കാണുവാൻ പോയ ഇസ്രായേൽ ജനം അരുതാത്ത ബന്ധങ്ങളിൽ, ദൈവഹിതമില്ലാത്ത ബന്ധങ്ങളിലൊക്കെ കുടുങ്ങുകയും ദൈവത്തിൻ്റെ ശിക്ഷ ആ ജനത്തിന്മേൽ വരികയും ചെയ്തു. എന്താണ് കാരണം? ബിലയാമിൻ്റെ ആലോചനകൾക്ക് അവർ ശ്രദ്ധിച്ചത് കാരണം. ദൈവത്താൽ അഭിഷക്തനും തിരഞ്ഞെടുക്കപ്പെട്ടവനുമായ ദാവീദ് എല്ലായ്പ്പോഴും ദൈവാലോചനയ്ക്ക് വിധേയപ്പെട്ട് ജീവിച്ചിരുന്നു. കൂടാതെ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയങ്ങളിൽ താൻ പ്രത്യേകമായി ദൈവാലോചന ചോദിക്കുകയും ചെയ്തിരുന്നു. ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിരുന്നതുകൊണ്ട് തൻ്റെ ദൈവത്തിൻ്റെ ആലോചനയ്ക്കനുസരിച്ചായിരുന്നു ശുശ്രൂഷകൾ ചെയ്തിരുന്നത് എന്ന് പരിശുദ്ധാത്മാവും തന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു. ആമേൻ. ദൈവത്തെ സേവിച്ചിട്ടും താൻ ആഗ്രഹിച്ചത് ഒന്നും പ്രാപിക്കാതെയും ആഗ്രഹിക്കാത്ത പല തിന്മകളും ജീവിതത്തിൽ തന്നെ തേടി വന്നപ്പോൾ ആസാബ് ദൈവസന്നിധിയിൽ ചെന്ന് പിന്നെ ദൈവാലോചനയിൽ താൻ കീഴ്പ്പെടുകയും ദൈവാലോചനയ്ക്കൊത്തവണ്ണം സ്തോത്രം ആ നന്മകൾ പ്രാപിക്കുവാനും ഇടയായി. മീൻപിടുത്തക്കാരനായിരുന്ന പത്രോസ് ഒരു രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. നിരാശനായി തീർന്ന തൻ്റെ പടകിൽ അടുത്ത പ്രഭാതത്തിൽ യേശു പ്രവേശിക്കുകയും പടകിലിരുന്ന് ജനത്തെ ഉപദേശിക്കുകയും ചെയ്തതിനു ശേഷം ഒടുവിൽ യേശുവിൻ്റെ ആലോചന അനുസരിച്ച് ആഴത്തിലേക്ക് വല നീക്കി. വലയെറിഞ്ഞപ്പോൾ വലയും പടകും നിറയിച്ച് മീൻ ലഭിക്കുവാനിടയായി. കുഷ്ഠരോഗിയായ നയമാൻ തൻ്റെ രോഗസൗഖ്യത്തിനായി എലീശ പ്രവാചകന്റെ അടുക്കൽ ചെന്നു. താൻ ആഗ്രഹിച്ചതുപോലെ രോഗസൗഖ്യം വരുത്തുവാൻ പ്രവാചകൻ തുനിഞ്ഞില്ല. മറിച്ച് യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങി ശുദ്ധനാകുവാനാണ് തൻ്റെ ശിഷ്യന്മാർ മുഖാന്തരം പ്രവാചകൻ പറഞ്ഞത്. താൻ കോപത്തോടെ മടങ്ങുമ്പോൾ തൻ്റെ ദാസന്മാർ പറഞ്ഞ ആലോചന അനുസരിച്ച് പ്രവർത്തിക്കുവാൻ തയ്യാറായി. അതുനിമിത്തം അവൻ രോഗസൗഖ്യം പ്രാപിക്കുകയും ദൈവത്തെ അറിയുവാനിടയാവുകയും ചെയ്തു. പ്രിയ ദൈവവൈതലേ, ദൈവാലോചനയ്ക്ക് വചനത്തിൽ നമ്മുടെ സ്തോത്രം ശ്രദ്ധ തിരിക്കുകയാണ്. ദൈവാലോചന നാം കേൾക്കുകയാണെങ്കിൽ, ദൈവദാസന്മാരിൽ കൂടെ നാം കേൾക്കുന്ന ആലോചനകൾ നാം തള്ളിക്കളയാതെ സങ്കീർത്തനക്കാരനോടുകൂടെ ചേർന്ന് ഈ പ്രഭാതം ദൈവത്തിൻ്റെ ആലോചനകളെ അനുസരിച്ച് ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കുവാൻ ഇടയാകട്ടെ. ഇന്ന് പ്രഭാതം നാം കേൾക്കുന്ന ആലോചന ആരുടേതാണ് എന്ന് നാം തിരിച്ചറിയണം. ഇത് മാനുഷിക ആലോചനയാണോ ദൈവാലോചനയാണോ എന്ന് നാം തിരിച്ചറിയണം. ആമേൻ, സ്തോത്രം. ദൈവത്തിൻ്റെ ആലോചന നാം കേൾക്കുകയാണെങ്കിൽ ഒരിക്കലും ദൈവത്തിലെ നാം ലജ്ജിച്ചു പോകത്തില്ല. എന്നാൽ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നാം നടക്കുകയും പാപികളുടെ വഴിയിൽ നിൽക്കുകയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുകയും ചെയ്താൽ നമ്മുടെ ജീവിതം തകർന്നു പോകും. ആത്മീയ ഭൗതിക എല്ലാ നന്മകളും, സമാധാനം, സ്വസ്ഥത, ആരാധന, ഉപവാസം എല്ലാം തകർന്നു പോകും. എന്നാൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിച്ച് ഭാഗ്യവാന്റെ പട്ടികയിൽ നിൽപ്പാൻ ദൈവം കൃപ നൽകട്ടെ. ഇന്ന് പ്രഭാതം എല്ലാവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി
പ്രാർത്ഥിക്കുന്നു. ഈ മൂന്നാമത്തെ പ്രഭാതത്തിൽ നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിലേക്ക് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹം പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതം ദൈവാലോചനയ്ക്കൊത്തവണ്ണം ഞങ്ങൾ ജീവിക്കുവാൻ, രാപ്പകൽ ദൈവ വചനത്തെ ധ്യാനിപ്പാൻ, പ്രാർത്ഥിപ്പാൻ, ഉപവസിപ്പാൻ, വിശുദ്ധിയിലും വേർപാടിലും നിലനിൽപ്പാൻ, ദൈവദാസന്മാരെ അനുസരിപ്പാൻ, മാതാപിതാക്കളെ അനുസരിപ്പാൻ പരിശുദ്ധാത്മാവെ എല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതം നിറഞ്ഞ ഹൃദയത്തോടെ എല്ലാ ദൈവ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം, മഹത്വമെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.